രാവിലെ എണീറ്റ് ഫ്രഷ് ആയി കിച്ചണിലേക്ക് വന്ന് രാത്രി ഉണ്ടാക്കി വെച്ച ദോശമാവെടുത്ത് നോക്കിയപ്പോൾ നല്ലോണം പൊന്തി വന്നിക്കണ്. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് നല്ലോണം നൽകി റെഡിയാക്കി എടുത്ത് ഇനി നമുക്ക് ഇന്നലെ വാങ്ങി മീനോണ്ട് ഒരു കറി ഉണ്ടാക്കണം. ചട്ടിയിലേക്ക് റെഡിയാക്കി വെച്ച തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പിട്ട് അടുപ്പത്തേക്ക് വെച്ച് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള മീൻ കറി കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അടുത്തത് മീൻ കഴുകി വൃത്തിയാക്കണ പണിയാട്ടോ. അങ്ങനെ മീൻമേൽ ഐസൊക്കെ പോയതിനു ശേഷം നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് ദോശക്ക് പകരം വെള്ളപ്പാക്കിയാലോ മാവ് കുറച്ച് അധികം കൊണ്ട് ദോശ രാത്രി ഉണ്ടാക്കാം. അങ്ങനെ അടുപ്പത്ത് വെച്ച് വെള്ളപ്പത്തിന്റെ ചട്ടിയിലേക്ക് ഒരു കയ്യിൽ മാവ് വെച്ച് നല്ലോണം ചുഴറ്റി അവിടെ മൂടി വെച്ച് വെന്ത് റെഡിയായപ്പം അപ്പം നല്ലോണം പൊന്തി വന്നിട്ടൊന്നുമില്ല. അപ്പത്തിന്റെ നടുക്ക് മുറിച്ച് നോക്കിയപ്പോൾ നല്ലോണം വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിക്കണ്. അങ്ങനെ 4 വെള്ളപ്പം വേഗം ചുട്ടെടുത്ത് അപ്പോഴേക്കും കറിയില്ല വെള്ളമൊക്കെ വറ്റി വന്നിക്കണ്. ഇനി നമുക്ക് കറിയില്ല തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നല്ലോണം ഒടിച്ചെടുക്കണം. അങ്ങനെ കയ്യിലോണ്ട് അതൊക്കെ ഒടിച്ച് റെഡിയാക്കി എടുത്ത് എന്നിട്ട് അതിലേക്ക് പുളിവെള്ളവും പാകത്തിലുള്ള വെള്ളമൊക്കെ വെച്ച് കറി നല്ലോണം തളിച്ച് വന്നപ്പം മീൻ മൊത്തമായിട്ട് അതിലേക്ക് ഇട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും വെച്ച് നല്ലോണം ഒന്ന് ചുഴറ്റി അവിടെ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മളെ സിമ്പിൾ ആയിട്ടുള്ള മീൻ കറി റെഡി ട്ടോ. ഈ കറി ഉണ്ടാക്കാനും സിമ്പിൾ ആണ്, നല്ല ടേസ്റ്റും ആണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ മേശമേൽ ചായയും കറിയും വെള്ളപ്പൊക്കെ കൊണ്ടുപോയി വെച്ച് അവിടെ ഇരുന്ന് കഴിച്ചിട്ടോ. അങ്ങനെ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞ് പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ വേഗം കഴുകി വെച്ച് അപ്പോഴേക്കും ചോറ് വന്നിക്കണ്. അങ്ങനെ ചോറിൽ വെള്ളമൊക്കെ വേഗം വാർത്ത് എന്നിട്ട് വേഗം പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഷോപ്പിലേക്ക് പോവാട്ടോ. ചൂട് എന്ന് പറഞ്ഞാൽ അത്രക്കും ചൂടാണ്. ഗ്ലാസ് വെച്ചില്ലെങ്കിൽ കണ്ണു പോലും തുറക്കാൻ പറ്റൂല. അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടിയോ കഴിഞ്ഞ് രാത്രി റൂമിലെത്തി ബാക്കിയുള്ള മാവ് കൊണ്ട് 4 ദോശ വേഗം ചുട്ടെടുത്ത് ദോശ ഏതായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ, ഒന്നും പറയാനില്ല. ഇനി ദോശക്കുള്ള മാവ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ മീൻകറിയും കൂട്ടി ദോശ അടിപൊളിയായിട്ട് കഴിച്ചിട്ടോ. 3 നേരം ഫുഡ് കഴിക്കാൻ ഒരു കറിയാട്ടോ നമ്മൾ ഉണ്ടാക്കല്. പിന്നെ വീഡിയോ കാണുമ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.